ഇന്ത്യയിലെ ചെന്നൈയിലുള്ള ആപ്പിൾ ഐഫോൺ മാനുഫാക്ചറിംഗ് കമ്പനി ആയിട്ടുള്ള ഫോക്സ്കോൺ വിവാഹിതരായിട്ടുള്ള സ്ത്രീകളെ പിരിച്ചുവിടുന്നു അല്ലെങ്കിൽ ജോലിയിൽ എടുക്കുന്നില്ല എന്നൊരു വാർത്ത ഇപ്പം റോയിറ്റേഴ്സ് അന്വേഷണത്തിലൂടെ പുറത്തുവിട്ടിരുന്നു. അവിടെ ജോലിക്കായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരുന്ന വനിതകൾ പറയുന്നതിനനുസരിച്ച് സെക്യൂരിറ്റി വരെ ഈ വിവാഹിതരാണോ എന്ന് അന്വേഷിച്ചിട്ടാണ് ഗേറ്റ് പോലും കടത്തിവിടുന്നത് എന്നതാണ്. വിവാഹം കഴിച്ച സ്ത്രീകൾക്ക് അത്രയും വിലക്കാണ് ആ ഒരു കമ്പനി നൽകുന്നത്. അതിനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് കമ്പനി ചൂണ്ടിക്കാണിക്കുന്നത് വിവാഹിതരായ സ്ത്രീകൾ ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ അവർ ഗർഭിണികളായാലും ഇനി കുട്ടികൾ ഉണ്ടെങ്കിലും ഒക്കെ അവർക്ക് റെസ്പോൺസിബിലിറ്റി, അതായത് ഉത്തരവാദിത്തം കൂടുകയും അത് അവരുടെ വർക്കിനെ ബാധിക്കുകയും ചെയ്യുന്നു എന്നുള്ള വിശദീകരണമാണ് ഇപ്പൊ കമ്പനി നൽകിയിരിക്കുന്നത്. ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ പ്രോട്ടോകോൾ ആണിത്. ഇത് അനുവദിച്ചു കൊടുക്കുന്നത് സാധ്യമായിട്ടൊരു കാര്യമല്ല. കാരണം ഇതുപോലുള്ള വൻകിട കമ്പനികൾ ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അത് മറ്റുള്ള കമ്പനികൾക്കും പ്രചോദനമാവുകയും അതുവഴി വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ജോലി നഷ്ടപ്പെടുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. സ്ത്രീകളെ മാനസികമായും തളർത്തുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പൊ കമ്പനി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സ്ത്രീകൾക്ക് സമൂഹം കൊടുക്കേണ്ട പരിഗണനയും അതുപോലെ തന്നെ സുരക്ഷിതത്വവും ഇവിടെ ചോദ്യം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. സ്ത്രീകൾ വിവാഹത്തിന് ശേഷം ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് കമ്പനി ഇപ്പൊ ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ കമ്പനിയുടെ ധാരണ. ഇത് അവരുടെ വർക്കിനെ ബാധിക്കുകയും കൂടാതെ തന്നെ അത് കമ്പനിക്ക് നഷ്ടമാണ്, ലാഭമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നതാണ് അവർ പറയുന്നത്. ഇപ്പൊ സ്ത്രീകൾ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ജോലി കൈകാര്യം ചെയ്യുന്നവരാണ് അല്ലെ. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള ഈ വർക്ക് പ്രഷർ മാത്രമല്ല, ഒരുപാട് പ്രഷറുകൾ കൂടുതലാണ്. ഇപ്പൊ ഒരു തൊഴിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വയം പ്രാപ്തരാക്കുന്ന ഘടകം തന്നെയാണ്. ഒരു പകുതി ആയുസ് മുഴുവനും പഠനത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടാണ് ഓരോരുത്തരും ഓരോ ജോലിക്കായിട്ട് പ്രവേശിക്കുന്നത്. ഇപ്പൊ സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് പറയുന്ന സമൂഹം തന്നെയാണ് സ്ത്രീകൾക്ക് ജോലി നിഷേധിക്കുന്നത്. എന്തുകൊണ്ട് ഇവിടെ വിവാഹിതരായ പുരുഷന്മാർക്ക് ജോലി നിഷേധിക്കുന്നില്ല? പുരുഷന്മാർക്ക് ഉത്തരവാദിത്തം കുറവുള്ളത് കൊണ്ടാണോ? അവർക്ക് മറ്റു പ്രശ്നങ്ങൾ വഹിക്കുന്നൊന്നുമില്ല. ഇപ്പം പ്രസവാനന്തര കുട്ടികളെ നോക്കേണ്ട കടമ സ്ത്രീകൾക്കായതുകൊണ്ടാണ് ഇപ്പം മെറ്റേണിറ്റി ലീവ് പോലും ഈ കമ്പനികളെല്ലാം സ്ത്രീകൾക്ക് നൽകുന്നത്. എന്നാൽ ഫോക്സ്കോണിന്റെ ഈ ഒരു തീരുമാനം അവർ പറയുന്നത് മെറ്റേണിറ്റി ലീവുകൾ നൽകുന്നത് പോലും കമ്പനിയെ സംബന്ധിച്ചോളം വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്നാണ് കമ്പനി വാദിക്കുന്നത്. ഇപ്പം മറ്റൊരു റീസൺ അവർ പറയുന്നത്, ഫോക്സ്കോൺ പറയുന്നത്, ഇപ്പൊ ഹിന്ദു സ്ത്രീകൾ അവരുപയോഗിക്കുന്ന ആഭരണങ്ങൾ അവിടുത്തെ ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുന്നു എന്നാണ്. അങ്ങനെ ആഭരണങ്ങൾ ഉപയോഗിക്കുന്നത് ഇപ്പം അവരുടെ ഉൽപാദനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാതായിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ ഹിന്ദു സ്ത്രീകൾ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ എന്ന് പറയുന്നത് എന്തെങ്കിലും ചെറിയ ചെറിയ താലിയോ മാലയോ അങ്ങനെയുള്ളതൊക്കെ ആകാം. അല്ലാതെ ഇപ്പൊ ദേഹം നിറച്ചും ആഭരണങ്ങളായിട്ട് ആരും ജോലിക്ക് പോകാറില്ല. ഒരു പക്ഷേ അത് അവരുടെ പോളിസിയുടെ ഭാഗമാകാം, അത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇതൊരിക്കലും ഫോക്സ്കോൺ എന്ന കമ്പനികളിൽ മാത്രം ചുറ്റപ്പെട്ട് നടക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അവിടെ മാത്രം നിലകൊള്ളുന്ന കാര്യങ്ങളല്ല. പല കമ്പനികളും ഇത്തരത്തിൽ നിയമനത്തിനുള്ള വനിതാ ഉദ്യോഗസ്ഥരുടെ മാരേജ് സ്റ്റേറ്റസ് മറച്ചു വെക്കുന്നത് അവരെ നിർബന്ധിക്കുന്നുണ്ട്. ഇപ്പൊ ഇറ്റലി പോലുള്ള രാജ്യങ്ങളിലും ഇതൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമാണ്. 2022 മുതൽ ആപ്പിളും ഫോക്സ്കോണും ഇത്തരത്തിലുള്ള വീഴ്ചകൾ നടത്തുന്നുണ്ട് ഇന്ത്യയിൽ. പക്ഷെ അത് അംഗീകരിച്ച് തിരുത്താൻ അവർ തയ്യാറാകുന്നില്ല എന്നതാണ്. ഇങ്ങനെയുള്ള കമ്പനികളുടെ തീരുമാനങ്ങൾ ഇന്നത്തെ സ്ത്രീകൾക്ക് അവരുടെ കരിയർ ബ്രേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വിവാഹത്തോട് താല്പര്യം പ്രകടിപ്പിക്കാതായി. ഇപ്പൊ കരിയർ നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയിട്ട് പല സ്ത്രീകളും വിവാഹം വേണ്ട എന്ന് തന്നെ വെക്കുന്നുണ്ട്. ആപ്പിൾ പോലുള്ള കമ്പനികൾക്ക് വേണ്ടത് എന്താണ്? ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഉയർന്ന വിതരണ ശൃംഖല നിലവാരം ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ്. സ്ത്രീകൾക്ക് ഫോക്സ്കോൺ ആയിരക്കണക്കിന് അല്ലെങ്കിൽ സ്ത്രീകൾക്കാണ് ഇപ്പൊ ജോലി നൽകുമ്പോൾ ഈ വിവാഹിതരായ സ്ത്രീകളെ ഇത്തരത്തിലുള്ള വൻകിട കമ്പനികൾ മാറ്റി നിർത്തുന്നതും അല്ലെങ്കിൽ ഒഴിവാക്കുന്നതും സ്ത്രീകളിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും സ്ത്രീകൾ രാജ്യത്തിന്റെ കുതിപ്പിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്ന മോദി സർക്കാരിന്റെ നാട്ടിൽ വിവാഹിതരായ സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള അനീതികൾ നടക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുക തന്നെ വേണം, എത്ര വലിയ വൻകിട കമ്പനികളാണെന്ന് പറഞ്ഞാലും.